ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഞാൻ എത്തിയിരിക്കുന്ന ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇത് അപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് 1 കിലോ ഇറച്ചി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 കിലോ ബീഫ്. അത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഞരടി പിടിപ്പിക്കണം കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, ഒരു 3-4 ഏലയ്ക്ക, ഒരു കഷ്ണം പട്ട, ഒരു സ്റ്റാർ ലീഫ്, 2-3 ഗ്രാമ്പൂ ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പം ഇതൊന്ന് വറുത്തെടുക്കാം. ഉള്ള പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം കേട്ടോ. മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കതിനെ ഇറക്കി വെച്ചിട്ട് തണുക്കുമ്പോൾ പൊടിച്ചെടുക്കണം നല്ലതുപോലെ. ഇത് ഇറക്കി വെക്കുക. മസാല ഇറക്കി വെച്ചിട്ട് ഇറച്ചി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് വെന്ത് വരട്ടെ. ഒരു 7-8 വിസിലെങ്കിലും കേൾക്കണം കേട്ടോ. എന്നാലേ അത് വേവത്തുള്ളൂ. നമ്മുടെ കുക്കറിൽ 8 വിസിൽ കേട്ട് അത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അപ്പം അതിനായിട്ടൊരു പാനിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് വറുത്തെടുക്കും. കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. നമ്മുടെ തേങ്ങയൊക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഞാൻ അത് കോരി മാറ്റാം. ഞാൻ തേങ്ങ വറുത്ത അതേ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 അല്ലി വെളുത്തുള്ളി കേട്ടോ. ചെറിയ കഷ്ണം ഇഞ്ചി,
രണ്ടും ഒന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്കൊരു പകുതി സവാള കേട്ടോ, 2 പച്ചമുളക്, രണ്ടും നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഈ വെളുത്തുള്ളിയും സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് ഞാനിതിൽ അല്പം പോലും വെള്ളം ചേർത്തില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് വെള്ളമുണ്ട്. അപ്പം നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് ഇങ്ങനെയാണ് മൂടി വെക്കാം. നമ്മുടെ ബീഫ് റോസ്റ്റ് അങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടെ വറ്റാനുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലയും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതുകൂടി ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊട്ട് അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.